ഇവരും നബിയും തമ്മിലുള്ള ബന്ധം, ഇവരെല്ലാം അൽഫായിസൂന ബില്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ച ആളുകൾ. ബസ്, അതല്ലാത്ത ഒരു ബന്ധവും ഇവരും നീയും ഇവരും ഞാനും തമ്മിൽ ഇല്ല. ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. എന്ത് ബന്ധം? വളരെ വളരെ തല കൊടുക്ക്, തല കൊടുക്ക്, തല കൊടുക്ക്, തല കൊടുക്ക്, തല തുറക്ക്. ഒരൊറ്റ വിഷയമുള്ളൂ. കുത്തുബൊന്നും ആണ്ട, ഔലിയപ്പാപ്പയാണ്ട, ആരായാ മതി മുഅ്മിൻ. നിന്റെ ഖൽബ് അല്ലാഹ് എന്നതിൽ ടച്ച് ചെയ്താൽ നിന്റെ വണ്ടിയാണ് ഓടും. എവിടേക്കാണ് ഓടാ? നഹ്വ റബ്ബിക്, നിന്റെ റബ്ബിന്റെ നേർക്കോടും. നിന്നെ തൊടാൻ ഒരാൾക്ക് കഴിയൂല. എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ പിള്ളേരാരെന്നോറ്. എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ പിള്ളേരാരെന്നോറ്. അവരൊക്കെ എൻ്റെ വീട്ടിലെ സെർവൻറ്റുകളാണ്. എൻ്റെ വീട്ടിൽ ചായ ക്ലാസ് എടുത്ത് കൊടുക്കണം പണിയവർക്ക്, ഔലിയാക്കന്മാർക്കും കുത്തുബുകൾക്കും. എന്താ അതിൻ്റെ അർത്ഥം? അവരൊക്കെ അള്ളാഹുവിനെ കണ്ടെത്തിയതിൻ്റെ അപ്പുറത്ത് ഞാൻ കണ്ടെത്തിയ കാരണം. അത് കാരണം ഇമാം ഗസാലി തങ്ങളുടെ ഒരു കിതാബിൻ്റെ പേരാണ് കിമിയാ ഉസ്സാദ, വിജയത്തിൻ്റെ രസതന്ത്രം, വിജയത്തിൻ്റെ കെമിസ്ട്രി. വിജയത്തിന് ഒരു കെമിസ്ട്രിയും ഉണ്ട്. എവിടെയാ വിജയിക്കുക? ഞാൻ പറഞ്ഞോടത്തേക്ക് തന്നെ വരും. എങ്ങോട്ടാ പോകണമെന്ന് വിചാരിക്കേണ്ട, അങ്ങോട്ട് തന്നെയാണ് വരുന്നത്. വിജയത്തിൻ്റെ രസതന്ത്രം പഠിക്കണം. മദീനയിലേക്ക് പോകാൻ നിനക്ക് ന്യായമുണ്ട്. പക്ഷെ മമ്പറത്തേക്ക് പോകാൻ നിനക്ക് എന്താണ് ന്യായം? ആ ന്യായം നീ കണ്ടെത്തണം. മദീനയിലേക്ക് പോകാൻ പരിശുദ്ധ ഖുർആൻ പലതവണ പറഞ്ഞ അള്ളാഹുവിൻ്റെ ഹബീബും നിൻ്റെ കെലിമയുടെ രണ്ടാം പകുതിയുമാണ് മദീനയെ കിടക്കുന്നത്. അപ്പം നിനക്കതിന് ന്യായവുമുണ്ട്, ബാധ്യതയുമുണ്ട്. അതേസമയത്ത് സിഎമ്മിൻ്റെ അടുത്ത് പോകാൻ നിനക്കെന്ത് ബാധ്യതയാണുള്ളത്? ബാധ്യതയുണ്ട്. അത് നീ കണ്ടെത്തണം. നിന്റെ വാപ്പാനെ നീ ബഹുമാനിക്കണം. എന്നോട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വാപ്പാനെ ബഹുമാനിക്കണം. അതേസമയത്ത് തൃപ്പനശ്ശി മുഹമ്മദ് മുസ്ലിയാരെ ബഹുമാനിക്കാൻ നിനക്ക് എന്ത് ബാധ്യതയാണുള്ളത്? ഇല്ലേ? ഉണ്ട്. അതെന്താണ്? അത് നീ കണ്ടെത്തണം. ഈ വാക്കുകൾ മറക്കരുത്, ഈ വാക്കുകൾ മറക്കരുത്. ഈ വാക്കാണ് ഇതിൻ്റെ മർമ്മം. ഇന്നത്തെ എസെൻസ് ഓഫ് ദി സ്പീച്ച് എന്ന് പറയും. ഇന്നത്തെ മൊത്തം പ്രസംഗത്തിൻ്റെ എസെൻസാണ് ഈ പറയുന്നത്. അത് മറക്കരുത്. അത് തിരിച്ച് വീണ്ടും അവിടേക്ക് തിരിച്ചു പോകണം. വണ്ടിയെടുത്ത് തിരിച്ചു പോകുമ്പം അവിടേക്ക് മടങ്ങണം, എന്നാൽ മുതലാവും. മദീനയിലേക്ക് പോകാൻ നിനക്ക് ബാധ്യതയുണ്ട്. ബഗ്ദാദിൽ പോകാൻ നിനക്ക് എന്ത് ബാധ്യതയുള്ളത്? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജിലാനിയെ സിയാർത്ത് ചെയ്യാൻ നിനക്ക് എന്ത് ബാധ്യതയുള്ളത്? ബാധ്യതയല്ലേ? ഉണ്ട്. അതെന്താണ്? അത് നീ കണ്ടെത്തണം. മദീനയിൽ പോകാൻ നിനക്ക് ബാധ്യതയുണ്ട്. മൊറോക്കോയിലെ ഫാസിൽ പോയി ഷെയ്ഖുൽ മശായിഖ് അഹമ്മദ് ജാൻ തങ്ങളെ സിയാർത്ത് ചെയ്യാൻ നിനക്ക് എന്ത് ബാധ്യതയുള്ളത്? ബാധ്യതയല്ലേ? ഉണ്ട്. അത് നീ കണ്ടെത്തണം. മൊത്തം കണ്ടെത്തലിൻ്റെ മൊത്തം കീമിയാ ഉസ്സാദ ഞാൻ പറഞ്ഞുതരാം, എളുപ്പം പറഞ്ഞുതരാം. നിങ്ങളോട് ആലോചിക്കാൻ വിട്ടാൽ ഇന്നത്തെ പണി ക്ലാസ് കഴിഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് ഉത്തരം കിട്ടില്ല. വേഗം പറഞ്ഞുതരാം. എന്താ ബാധ്യത? അവരൊക്കെ ആരാ? അവരും നീയും തമ്മിലുള്ള ബന്ധമെന്ത്? അവരും നീയും തമ്മിലുള്ള ബന്ധമെന്ത്? അവരും നീയും തമ്മിൽ തലക്ക് കുടുക്ക്. അവരും നീയും തമ്മിലുള്ള ബന്ധമെന്ത്? മമ്പർത്ത തങ്ങളും നീയും തമ്മിലുള്ള ബന്ധം എന്ത്? മമ്പർത്ത തങ്ങൾ ഒരു ഉദാഹരണം, തിജാൻ തങ്ങൾ വേറൊരു ഉദാഹരണം. ചില അവിടെ പോവും, ചില ഇവിടെ പോവും, ചില ബഗ്ദാദിൽ പോവും, ചിലര്
ചിലർ ഫഖീൽ മുഖദ്ദമിനെ കാണാൻ വേണ്ടി റിബാത്തിലേക്ക് പോകും. ഒമാനിൽ ഞാനും പോയിട്ടുണ്ട്, ബഗ്ദാദിലും പോയിട്ടുണ്ട്, അമ്പർത്തും പോയിട്ടുണ്ട്, സിഎംഎൽ അവിടെയും പോകും. എന്താണ് നീയും ഇവരും തമ്മിലുള്ള ബന്ധം? ഇവരുടെ പേര് ഖുർആനിൽ പറഞ്ഞിട്ടില്ലല്ലോ, ഇവരുടെ പേര് ഹദീസിലും ഇല്ലല്ലോ. പിന്നെ എന്തുകൊണ്ട് നീ ഇവരെ തേടിപ്പോകുന്നു? നിന്റെ പ്രശ്നം തീരാനാണ് എന്നത് വിഡ്ഢിയുടെ മറുപടിയാണ്. വിഡ്ഢി പറയുക, നിന്റെ പ്രശ്നം തീർത്ത് തരുന്നത് മുഹദ്ദീൻ ശൈഖ് അല്ല. അങ്ങനെ നീ വിശ്വസിച്ചാൽ നീ മുശ്രിക്കാണ്. പക്ഷേ ഈ മനുഷ്യൻ ഒരു നാട്ടക്കുറ്റിയാണ്. ഈ മനുഷ്യൻ ഒരു മാനദണ്ഡമാണ്. ഈ മനുഷ്യരൊക്കെ മാനദണ്ഡം. 2007 അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ കൂഫി തങ്ങളുടെ മഖ്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ പോയി, കുറച്ചാളുകൾ കൂടെയുണ്ട്. മഖ്ബറ കണ്ടു. അവിടെ പോലീസ് സമ്മതിച്ചില്ല. പോലീസ് ബഗ്ദാദിൽ നിന്ന് കലാപം നടക്കുന്ന സമയം പോലീസ് സമ്മതിച്ചില്ല, പോകരുതെന്നു. അപ്പോൾ ഞാൻ പറയാവുന്നതിൽ പരമാവധി പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വരികയാണ്, അബൂ ഹനീഫയെ സിയാറത്ത് ചെയ്യാൻ വരികയാണ്, റളിയല്ലാഹു അൻഹു. അത് വെച്ചില്ല, ഇവിടെ കലാപം നടക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇന്ത്യൻ എംബസിയോട് ഉത്തരവാദിത്തം പറയേണ്ടത് ഞങ്ങളാണ്. ഇവിടെ കലാപം നടക്കുകയാണ്, അവിടെ കലാപകാരികളുടെ കുറച്ച് ഏരിയ അവിടെയുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല. കരിഞ്ഞ് കാലിൽ പിടിച്ചിട്ടെന്ന് പറയും പോലെ പോലീസ് വിട്ടില്ല, കരിഞ്ഞ് മടങ്ങിപ്പോകുന്നു. എന്തുകൊണ്ട്? എന്തോന്നുണ്ടല്ലോ. അബൂ ഹനീഫ നിന്റെ അമ്മോശാക്കല്ലല്ലോ, അബൂ ഹനീഫ നിന്റെ മൂത്താപ്പിയല്ലല്ലോ, പിന്നെ എന്താ നീ കരഞ്ഞ്? ആ കടം തീർക്കാൻ വേണ്ടി പിന്നെ 2009 പോയി കരിഞ്ഞോട് സിയാറത്ത് ചെയ്തു. ആ കടം തീർക്കാൻ വീണ്ടും പോയി 2009. എൻ്റെ വന്നിട്ട് വേദന തീർന്നില്ല, 2 കൊല്ലം വേദന. എന്തുകൊണ്ട്? കാണുന്നുണ്ട് അബൂ ഹനീഫത്ത് നുഅ്മാൻ അൽ കൂഫിയുടെ മഖ്ബറ, പക്ഷെ പോലീസ് സമ്മതിക്കൂല, പോലീസ് അങ്ങോട്ട് കിടക്കാൻ സമ്മതിക്കൂല. പിന്നെ ആ മനസ്സിന്റെ വേദന മാറുന്നത് 2009 സിയാറത്ത് ചെയ്യുമ്പോഴാണ്. അപ്പോൾ എന്തോന്നുണ്ടല്ലോ, നമ്മൾ തമ്മിൽ ഇടപാടുമില്ലല്ലോ, നമ്മളെ മൂത്താപ്പയല്ലല്ലോ, നമ്മളെ ഭാര്യയുടെ വാപ്പയല്ലല്ലോ. പിന്നെന്താ? ഇവരും നബിയും തമ്മിലുള്ള ബന്ധം, ഇവരെല്ലാം അൽഫായിസൂന ബില്ലാഹ്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ച ആളുകളാണ്. ബസ്, അതല്ലാത്ത ഒരു ബന്ധവും ഇവരും നീയും ഇവരും ഞാനും തമ്മിൽ ഇല്ല. ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ല. എന്ത് ബന്ധം? വളരെ വളരെ തല കൊടുക്ക്, തല കൊടുക്ക്, തല കൊടുക്ക്, തല കൊടുക്ക്, തല തുറക്ക്. ഒരൊറ്റ വിഷയമുള്ളൂ, അല്ലാഹ്. അവിടെ നീ വിജയിച്ചാൽ അവര് ഇങ്ങോട്ട് വരും. നീ വിജയിച്ച ഇവിടെ പ്രശ്നം ഒത്തുള്ളൂ, നീ ഇപ്പോഴും അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ചിട്ടില്ല. വിജയിച്ചാൽ അവരെല്ലാ രാത്രി ഇവിടെ വരും. അബൂ ഹമീദ് അൽ ഗസാലിയുടെ അദ്ദുറത്തുൽ ഫാഖിറ വ ദഖീറത്തു ഷാക്കിറ എന്നൊരു കിതാബുണ്ട്. 1987 ഞാൻ ആ കിതാബ് ദൈവബന്ധിലെ ലൈബ്രറിയിൽ നോക്കിയതാണ്. 1987 ആ കിതാബിൽ ഇമാം ഗസാലി പറഞ്ഞ വർത്താനുണ്ട്. എന്ത്? മിക്കവാറും രാത്രി എൻ്റെ വീട്ടിൽ റസൂൽ വരാറുണ്ട്. റസൂലിനേക്കാൾ വലിയ ആളായിട്ടല്ല ഗസാലി, അതിൻ്റെ ദീനിൻ്റെ ഒരു കുട്ടിയാണ്, അതിൻ്റെ റബ്ബിനെ തേടുന്ന ആളാണ്. അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഞാൻ പോകണം. ആര് വിചാരിക്കും? വിചാരിക്കും. എൻ്റെ വീട്ടിൽ രാത്രിയായാൽ മിക്കവാറും രാത്രികളിൽ റസൂൽ വരും, സിദ്ദീഖ് വരും, ഫാറൂഖ് വരും, ഉസ്മാൻ വരും, അലി വരും, റളിയല്ലാഹു അൻഹും, അവരൊക്കെ വരും. എൻ്റെ വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ ഇങ്ങോട്ട് വരും. നീ ഓടേണ്ടത് അള്ളാഹിൻ്റെ അടുത്തേക്കാണ്. അവരെ നീ അവലംബിക്കാണ് വേണ്ടത്. നിന്റെ പ്രശ്നം തീർക്കാൻ അവർക്ക് കഴിയില്ല ഒരിക്കലും. ഇതാണ് സുന്നി, ഇതിനാണ് സുന്നി അറിയാം. പക്ഷെ അവർ നീ അവലംബിക്കണം.
അള്ളാഹു തൗഫീഖ് തരട്ടെ. മൻസർ ഞാമീൻ പറയും, മൻസർ ഞാമീൻ. അവരും നീയും ഒരുപോലെയല്ല. ചില വിഡ്ഢികൾ പറയും നമ്മളും അവരൊക്കെ ഒരുപോലെയല്ലേ. അല്ല, അവർ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിച്ചവരും നമ്മൾ അള്ളാഹുവിൻ്റെ കാര്യത്തിൽ വിജയിക്കാത്തവരുമാണ്. അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ, അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ, അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ, അള്ളാഹു വിജയിപ്പിച്ചേരട്ടെ. അങ്ങനെ നമ്മൾ വിജയിച്ചവരല്ല. അപ്പോൾ ഞാനും ഒരു ഒക്കെ മൊയ്തീൻ നമ്മളൊക്കെ ഒരുപോലെ അല്ല, അല്ല, അവർ അള്ളാഹിൻ്റെ കാര്യത്തിൽ വിജയിച്ചവരാണ്. എന്തുകൊണ്ട്? അവരെ കൊണ്ട് കോടാനക്കോടി ആളുകൾ അള്ളാഹിനെ പറ്റി ചിന്തിച്ചു. നമ്മൾ അള്ളാഹുവിലേക്കൊരു മാനദണ്ഡമല്ല, പിശാചിലേക്കാണ് മാനദണ്ഡം. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നീ എവിടുന്ന് പോകുന്നത് അപ്പുറത്തേക്ക് എത്തണം, പിന്നീട് വന്നോളൂ. എന്തിനു പഠിക്കണം? അപ്പം നീ അവലംബിക്കേണ്ടത് ആരെയാണ്? എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ പിള്ളേരാരെന്നോറ്. എന്താ പറഞ്ഞു? എന്താ പറഞ്ഞു? എല്ലാ വലികളും മേലെ കുത്തുബാണോരും എന്നോടെ വീട്ടിലെ പിള്ളേരാരെന്നോറ്. അവരൊക്കെ എൻ്റെ വീട്ടിലെ സെർവൻറ്റുകളാണ്. എൻ്റെ വീട്ടിൽ ചായ ക്ലാസ് എടുത്തു കൊടുക്കണ പണിയവർക്ക്, ഔലിയാക്കന്മാർക്കും കുത്തുബുകൾക്കും. എന്താ എൻ്റെ അർത്ഥം? അവരൊക്കെ അള്ളാഹുവിനെ കണ്ടെത്തിയതിൻ്റെ അപ്പുറത്ത് ഞാൻ കണ്ടെത്തിയതിനാ കാരണം. അത് കാരണം അവിടെ വിജയം. അള്ളാഹുവിനെ, നിന്റെ കൽബ് അള്ളാഹുവിൽ ടച്ച് ചെയ്താൽ നിനക്ക് പുതിയൊരു പേര് വരും. എന്താണ് ആ പേര്? നിന്റെ കൽബ് അള്ളാഹുവിൽ ടച്ച് ചെയ്താൽ മതി, അപ്പം നിനക്കൊരു പുതിയ പേര് വരും. നിന്റെ കൽബ് നീ അള്ളാഹ് ചെല്ലലല്ല, ചെല്ലും ചെല്ലാതിരിക്കൊക്കെ ചെയ്തോളി. അള്ളാഹു എന്ന് നിന്റെ കൽബിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ടച്ച് ചെയ്യേണ്ട വിധത്തിൽ ടച്ച് ചെയ്തു, പിന്നെ പോവില്ല. അതവിടെ പിടിക്കൊന്നും വേണ്ട. നിങ്ങൾ ഇലക്ട്രിക് ട്രെയിൻ പോകണ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇവർക്ക് ഇതെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണമേ റബ്ബേ. ഒരു ആമീൻ പറയും ചങ്ങന്മാരെ. ഇലക്ട്രിക് ട്രെയിന് പോണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ട്രെയിനിലെ കയറിയിട്ട് ചായയും പരിപ്പാടിയും തിന്നാൻ പോരല്ലോ, ഇതിന് മേലൊക്കെ നോക്കിക്കൂടെ നിങ്ങൾക്ക്? എന്താ അവിടെ നടക്കണത്? ഇലക്ട്രിക് ട്രെയിനിൽ നിന്ന് ഒരു കേബിൾ ഉണ്ടാവും. എങ്ങോട്ട്? ഇലക്ട്രിക് കമ്പിയിലേക്ക് ഒരു കേബിൾ ഉണ്ടാവും. ഈ കേബിൾ ടച്ച് ചെയ്താൽ വണ്ടി ഓടും. ആ കമ്പിയിൽ ഇലക്ട്രിസിറ്റി ഉണ്ട്, കറണ്ട് ഉണ്ട്. അപ്പൊ ഈ കേബിൾ ഒന്ന് ടച്ച് ചെയ്താൽ മതി. കേബിള് കമ്പിനെ പിടിക്കണോ? കേബിൾ കമ്പിനെ പിടിച്ചാൽ പിന്നെ വണ്ടി ഓടൂലല്ലോ. പറ ചങ്ങായി, ഇങ്ങനെ പിടിച്ചിട്ട് കൂട്ടണോ? പിന്നെന്ത് മതി? പറയടാ ചങ്ങാതി, ടച്ച് ചെയ്താൽ മതിയടോ. ഇതന്നെയാണ് നിന്റെ കൽബ് അല്ലാഹ് എന്നതിൽ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പൊ എനിക്ക് പുതിയ പേരുണ്ടാവും. എന്ത്? എനിക്കൊരു പേരുണ്ടാവും, മുഅ്മിൻ. അത് ഈ കുത്തുബിൻ്റെ മേലെയാ. എന്ത് കുത്തുബി അങ്ങനെ മുഅ്മിനായ പോലെ. മുഅ്മിനായ മതിയല്ലോ, പിന്നൊക്കെ സൗകര്യമല്ലേ. മന്ത്രിസഭയിൽ അവൻ്റെ പേരുണ്ടായാൽ മതിയല്ലോ, പിന്നെ ഏത് മന്ത്രി ആയാലും എന്താ? മന്ത്രിസഭ കൂടുമ്പോനാണ് കയറാലോ. ഒരു തൊഴിലില്ല മന്ത്രിയാണ്, ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല മന്ത്രിയാണെങ്കിലും ഓൻ ആരാണ്? മന്ത്രിയല്ലട. എങ്ങായി മന്ത്രിസഭ കൂടുന്ന നേരത്തെ പിന്നാട് കയറി ചെല്ലാതെ എന്നെ പറ്റൂല, ഓന് പണിയൊന്നുമില്ല, തൊഴിലില്ല മന്ത്രിയാണ്. തൊഴിലില്ല, വേതനം കൊടുക്കണ മന്ത്രിയല്ല, എന്തില്ല, വകുപ്പില്ല മന്ത്രിയാണ്. എന്നാലും അവൻ ആരാണ്? മന്ത്രിയാണടാ. കുത്തുബൊന്നും ആണ്ട, ഔലിയപ്പാപ്പി ആണ്ട, ആരായാ മതി. മുഅ്മിൻ. നിന്റെ കൽബ് അല്ലാഹ് എന്നതിൽ ടച്ച് ചെയ്താൽ നിന്റെ വണ്ടിയാണ്ട് ഓടും. എവിടേക്കാണ് ഓടാ? നിന്റെ റബ്ബിന്റെ നേർക്കോടും. നിന്നെ തൊടാൻ ഒരാൾക്ക് കഴിയൂല. അങ്ങനെയല്ലേ ആയത്? അല്ല, അങ്ങനെയല്ലേ ആയത്? എന്താണ് അന്തം വിട്ടവരെ ഞങ്ങൾ ഇരിക്കുന്നത്?
വഅൻതുമുൽ അലൗന ഇൻ കുൻതും ഖുത്ബീൻ, നിങ്ങൾ ഖുത്ബുകളാണെങ്കിൽ നിങ്ങൾ മേലെയാണ്. അങ്ങനെയാണോ അന്തങ്ങമ്മയെ ആയത്ത്? വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനാണെങ്കിൽ നിങ്ങളാണ് തന്നെയാണ് ഏറ്റവും മേലെ. അല്ല അലൗൻ, ഏറ്റവും മേലെ, നിങ്ങളെ മേലെ ആരുമില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ആരാ മുഅ്മിൻ? അവന്റെ ഖൽബ് ടച്ച് ചെയ്തിട്ടുണ്ട് ആരിൽ? അല്ലാഹ്. ബസ്. അപ്പൊ അവരെന്തായി? അവര് നാട്ടക്കുറ്റിയായി. അവര് വെറുതെ ഇരുന്നാൽ മതി, എന്നാലും അവർ അള്ളാഹുവിലേക്ക് അടയാളാ. ഒന്നും വേണ്ട. കോഴിക്കോട് ഇന്ന് രാവിലെ ട്രെയിൻ ഇറങ്ങിയ ആൾ ദാറുൽ ഖുർആനിൽ എത്താൻ വേണ്ടി എന്താ അവലംബിക്കുക? ചില നാട്ടക്കുറ്റികളുണ്ട്. ആ നാട്ടക്കുറ്റി ഒരു മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുകയാണ്. അയിമ്മൻ്റെ പുറത്ത് മാവൂർ 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 2 കിലോമീറ്ററിന് അപ്പുറം പോയപ്പോഴും മാവൂർ, അങ്ങനെ മാവൂർ മാവൂർ. ഓരോടുന്ന് വിളിച്ചു പറയണ്ടോ മാവൂർക്ക് ഇതിൽ തന്നെ പോയിക്കോന്ന് പറയണ്ടോ? ബയർന്ന് പറയുന്നുണ്ടോ മാവൂർക്ക് ഇതിലെ തന്നെ പോകണേന്ന് പറയുന്നുണ്ടോ? ഇല്ലെങ്ങായി. മുഅ്മിന് ബയർന്നറിയേണ്ട ആവശ്യമില്ലെങ്ങായി. മൂമിനായ മതി. ഒനിഷാർത്താണ് ആരിലേക്ക്? ഇലല്ലാഹ്. അവിടെ വിജയിച്ചു. അതെന്നെ മുഅ്മിൻ. അവന് അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർക്കപ്പെടും. അവരെ മുഅ്മിൻ. അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മിക്കപ്പെടും. ആരാ മുഅ്മിനീങ്ങൾ? പറേ, ആരാ മുഅ്മിനീങ്ങൾ? മനിൽ മുഅ്മിനൂൻ. ആരാ മുഅ്മിനീങ്ങൾ? പറേ, മനിൽ മുഅ്മിനൂൻ. ആരാ മുഅ്മിനീങ്ങൾ? അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അവരെ കണ്ടാൽ അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കപ്പെടും. അള്ളാഹുവിനെ ഓർമ്മിക്കപ്പെടുന്നവൻ ആരോ അവനെ കണ്ടാൽ അള്ളാഹിനോട് ഓർമ്മ വരും. അവനാരോ അവനാണാര്? മുഅ്മിൻ. അപ്പോൾ അവൻ ആരിൽ വിജയിച്ചു? അള്ളാഹുവിന്റെ അടയാളമാവുന്നതിൽ വിജയിച്ചു. മതി. വയലു പറയണോ? പറയ കുട്ടി, വയലു പറയണോ? കിതാബ് എഴുതണോ? ലേഖനം എഴുതണോ? സ്റ്റേജ്മ കയറി കുത്തിരിക്കണോ? ഇതിനൊന്നും ആവശ്യമില്ല. അതൊക്കെ ഇവിടെ ഉള്ള അണ്ടിപ്പരിപ്പ് തിന്നാനുള്ള പരിപാടികൾ മാത്രമാണ്. അതിൻ്റെ അപ്പുറമൊന്നുമല്ല. വളരെ ചിന്തിക്ക്. അത്രയേ ഉള്ളൂ. ഒരു വയലു പറഞ്ഞിട്ടോ സ്റ്റേജ്മ കയറി കുത്തിരുന്നിട്ടോ കാര്യമല്ല. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എന്നും കാര്യമല്ല കുട്ടികളെ. കാര്യം നീ അള്ളാഹുവിൽ വിജയിക്കണം. സിയമിനെ നിനക്കിഷ്ടമാണ്. സിയം അള്ളാഹുവിൻ്റെ ഒരടയാളാണ്. അള്ളാഹിൻ്റെ ഭാഗത്തേക്ക് പോകുന്നവർക്ക് സിയം ഒരു നാട്ടക്കുറ്റിയാണ്. മമ്പർത്ത തങ്ങളെ എനിക്കിഷ്ടമാണ്. അതാ ബന്ധം. നിനക്ക് അള്ളാഹുവിലേക്ക് പോകാൻ ഒരു ഇഷാറത്താണ് ആര്? മമ്പർത്ത തങ്ങൾ. അതന്നെ ബന്ധം. അത് ബാപ്പാനേക്കാൾ വലിയ ബന്ധമാണ്. ബാപ്പ എനിക്ക് അള്ളാഹുവിലേക്ക് അടയാളമല്ല. ആകടക്കും ചെയ്യാം. ബാപ്പാക്ക് ബാപ്പയാൽ മതി. ഇങ്ങോട്ട് നോക്ക്. ബാപ്പ നിനക്ക് അള്ളാഹുവിലേക്കുള്ള അടയാളാണോ ബാപ്പ? അല്ല. അപ്പൊ എനിക്ക് ബാപ്പ വലിയ ആളല്ല. പിന്നെ നിന്റെ ജസദിന്റെ സബബ് എന്ന നിലയിൽ നീ ബഹുമാനിക്കണം. അത്രേ ഉള്ളൂ. അതേ സമയത്ത് ബാപ്പ അള്ളാഹുവിലേക്ക് അടയാളമാണെങ്കിലോ അപ്പൊ വലിയ ആളായി. ബാപ്പാനേക്കാളോ വലിയ ആളാണ് മമ്പർത്തങ്ങള്. എന്തുകൊണ്ട്? പറയടാ ചങ്ങായിമാരെ, ബാപ്പാനേക്കാൾ വലിയ ആളാണ് മമ്പർത്തങ്ങൾ. എന്തുകൊണ്ട്? അള്ളാഹുവിലേക്ക് അടയാളം ബാപ്പയല്ല. അതാരാ? അത് മമ്പർത്ത് സൈദാരബിയാണ്. ബാപ്പയേക്കാൾ വലിയ ആളാണ് തൃപ്പഞ്ച് മെമ്മോറിയൽ. എന്തുകൊണ്ട്? ബാപ്പ അള്ളാഹുവിലേക്ക് ഇഷാറത്തല്ല. തൃപ്പഞ്ച് മെമ്മോറിയൽ അള്ളാഹുവിലേക്ക് അടയാളാണ്. അതാണ് സിറാത്തുല്ലദീന അൻഅംത അലൈഹിം. ഓരോ അവർ പോയ വഴിക്ക് ഇങ്ങനെ പോയാൽ അള്ളാഹുവിലേക്ക് ഇങ്ങനെ സൂചിക ഇങ്ങനെ നിൽക്കുന്നുണ്ട്. തന്നെ ബസ് ഖലാസ് കഴിഞ്ഞു. അപ്പൊ നീയും അവരെന്ന് ചിന്തിച്ചോ. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ബാപ്പാനേക്കാൾ എത്ര കോടാനക്കൊടി മേലെയാണ്. എന്തുകൊണ്ട്? ബാപ്പ നമ്മളെ ജസദിന്റെ സബബാണ്. ആ ആളോ ഇഷാറത്താണ്. ആരിലേക്ക്? ഇലല്ലാഹ്. അതിന്റെ ഏറ്റവും മേലെയാണ് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് ഇഷാറത്താണ്. അൽ ഇഷാറത്തുൽ ആമ്മ. ഏറ്റവും വലിയ ഇഷാറത്ത് അള്ളാഹുവിലേക്കാരാണ്. ഹബീബായ നബിയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നമ്മൾ സ്വന്തം നഫ്സിനേക്കാൾ നമുക്ക് പ്രധാന ആരാണ്? നബിയാണ്. എന്തുകൊണ്ട്? നമ്മൾ അള്ളാഹുവിലെത്തിയാൻ ഒരാളെത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഹബീബായ നബിയാണ്. പഠിച്ചില്ലേ? പഠിച്ചോ അല്ലേ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്
നീ തിരിച്ചു വരിക കഴിഞ്ഞ ക്ലാസ്സിലേക്ക്. ഫമാബക്കത്ത് അലൈഹിമുസ്സമാഉ വൽ അർളു, ആകാശവും ഭൂമിയും അവരുടെ മേൽ കരഞ്ഞിട്ടില്ല. എന്താണാവോ? എന്താണ് ആ കാര്യത്ത്? സിനാൻ എവിടെ? ഒരാൾ മുസാഫെടുത്ത് തരണം കേട്ടോ ഞാൻ പറയുമ്പോൾ. تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده. إذا من سورة إذا تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده. correct. تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുട്ടികളൊക്കെ നല്ലവരിൽ പെടുത്തട്ടെ. 44 تسبح له السماوات السبع والأرض ومن فيهن وإن من شيء إلا يسبح بحمده ولكن لا تفقهون تسبيحهم إنه كان حليما غفورا. ചോദ്യം ആവർത്തിക്കാം, എന്നിട്ട് മറുപടി ചോദ്യം ആവർത്തിക്കാം. എന്താ ചോദ്യം? ആകാശം അവരുടെ മേൽ കരഞ്ഞില്ല. എന്തുകൊണ്ട്? ഇപ്പോ ഞാൻ പറയട്ടെ, ഒരു വലിയ ലീഗിൻ്റെ നേതാവ് മരിക്കുമ്പോൾ ആത്മാർത്ഥമുള്ള ലീഗരൻ കരയും. കോൺഗ്രസ് കരിയൊന്നുമില്ല, ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറയും, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട്? ഒന്നുകൂടി പറയാം. ഒരു വലിയ ലീഗിന്റെ നേതാവ് മരിക്കുമ്പോൾ ലീഗ് ഒരു കാരണം, ലീഗിനെ വിട്ട് കോൺഗ്രസ് ആണെങ്കിൽ പ്രശ്നം ഉണ്ടാക്കരുത്. ഒരു വലിയ ലീഗിന്റെ നേതാവ് മരിച്ചാൽ ആത്മാർത്ഥമുള്ള ലീഗരൻ കരയും. ഹൈദരത്യങ്ങൾ മരിച്ചപ്പോൾ നമ്മളൊക്കെ കരഞ്ഞവരാണ്. ഷിഹാബുങ്ങൾ മരിച്ചപ്പോൾ നമ്മളൊക്കെ കരഞ്ഞവരാണ്. ബാഫക്കരങ്ങൾ മരിച്ചതിന് ഇപ്പോഴും കരയുന്നുണ്ട്. അതേസമയത്ത് കോൺഗ്രസ്സുകാരും കരയില്ല. എന്ത് പറയും? അത് കമ്മ്യൂണിസ്റ്റുകാരും മരിച്ചാൽ നമ്മൾ എന്ത് പറയും? നമ്മളെ എതിർ പാർട്ടിയാണ്, ഒരു കാലത്ത് നന്നാവില്ല. എന്നാലും നമ്മൾ എന്ത് പറയും? മനസ്സിലായില്ല, നമ്മൾ എതിർ പാർട്ടിയല്ലേ. അപ്പൊ നമ്മൾ എന്ത് പറയും? ഞാൻ ഞെട്ടിപ്പോയി, നികത്താനാവാത്ത വിടവ്. അതേ സമയത്ത് ഒറ്റക്ക് പോയിട്ട് എന്ത് പറയും? നന്നായി, ഇനി നിയമസഭയിലൊന്ന് നല്ലാത്ത കുത്തിരിക്കാൻ ഓൻ്റെ ഒരു ശല്യം കൊണ്ട് സുഖലി തിരിച്ചു പോവാ. എന്തുകൊണ്ട്? ഇവൻ ഹൈദരലി തങ്ങളുടെ ആളാണ്, ഹൈദരലി തങ്ങൾ ഇവൻ്റെ ആളാണ്. അതാണ് കാര്യം. അവർക്കൊരു വിഷമം വരുമ്പോൾ അവർ ആത്മാർത്ഥമുള്ള പാർട്ടിക്കാരൻ കരയും. ആകാശം ഭൂമിയും ഇവരുടെ മേൽ കരഞ്ഞില്ല. എന്തുകൊണ്ട്? ഇവർ ആകാശത്തിൻ്റെ പാർട്ടിക്കാരനല്ല. എന്താണ് ആകാശത്തിൻ്റെ പാർട്ടി? ആകാശത്തിൻ്റെ പാർട്ടി തസ്ബീഹാണ്. തുസബ്ബിഹു ലഹു, അല്ലാഹ്ക്ക് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. അസ്സമാവാത്തു, ആകാശങ്ങളെല്ലാം, വൽ അർളു, ഭൂമിയുമെല്ലാം. ഓ ഓ അപ്പൊ ഭൂമി വെച്ച ആകാശം കാര്യം എന്തുകൊണ്ട്? ആകാശത്തെ പാർട്ടിയവന് ആകാശം തസ്ബീഹല്ലും ഇവനും തസ്ബീഹല്ലും. ചെല്ലല്ലടാ, നാ ചെല്ലാണ്, നാ ചെല്ലല്ല, നാ ചെല്ലാണ്. എന്ത്? എന്റെ റബ്ബ് പരിശുദ്ധനാണെന്ന ബോധത്തോടു കൂടെ ചെല്ലും. നീ ചെല്ലാതിരിക്കും.
എന്നാലും ഓൻ മുസബ്ബിഹാൻ. ഓന്റെ ഖൽബ് നിറയെ എന്തുണ്ട്? അല്ലാഹു മഹാനാണെന്നുണ്ട്. ആ ബോധമില്ലാത്തൊരു സെക്കൻഡും അവന് ഇല്ല. അത് പറയാൻ പറ്റാത്ത കക്കൂസ് പുറത്ത് ചാടുമ്പോഴത്തിന് മാപ്പാക്കണം, നീ മഹാനാണെന്ന് പറയാൻ ഈ സമയം എനിക്ക് കഴിഞ്ഞില്ല, മാപ്പാക്കണം. എല്ലാ ദിക്റിലും അൽഹംദുലില്ലാ, കക്കൂസ് നേടിയാൽ അൽഹംദുലില്ലാ, പിന്നെ ഗുഫ്രാനക് അല്ലേ പറ അൽഹംദുലില്ലാ, ഗുഫ്രാനക ഉണ്ടല്ലേ തുടങ്ങണം. എന്തുകൊണ്ട്? മാപ്പാക്കണം. എന്തുകൊണ്ട്? നീ മഹാനാണ്, നീ വലിയ ഛത്രാധിപതിയായ മഹാനാണ് എന്ന് അവിടെ ഇരുന്ന് എനിക്ക് പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഞാടി കുറച്ചു നേരം അത് പറഞ്ഞില്ല, കുറച്ചു നേരം നിന്റെ മഹത്വത്തിൽ ഞാൻ ചിന്തിച്ചില്ല, മാപ്പാക്കണം. അപ്പൊ ആകാശത്തിന്റെ പണി ഇവന്റെ പണിയും ഒന്നാണ്. ആകാശത്തിന്റെ പണി അള്ളാഹ് വോട്ട് പിടിക്കലാണ്, ഇവന്റെ പണിയോ അള്ളാഹ് വോട്ട് പിടിക്കലാണ്. ഒപ്പം കുറെ ആളുകൾ നടക്കും. ഇപ്പൊ ലീഗിന്റെ സ്ഥാനാർത്ഥിക്കും കോൺഗ്രസ്സുകാർ ഒപ്പം നടന്നു കൊടുക്കും. അല്ലെങ്കിൽ അപ്പുറത്തെ വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിനെ ലീഗുകാർ ഒപ്പം നടക്കൂല. പഠിച്ചോനെ ഇവർക്കൊരു അന്തം കൊടുക്കണം റബ്ബേ. അതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ മനസ്സിലായില്ല. അതേ സമയത്ത് ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ലീഗുകാരൻ നടക്കുകയാണെങ്കിൽ ഓൻ എന്തുണ്ടാവും? ജയിക്കണം എന്നുണ്ടാവും. മറ്റോൻ അത് ഉണ്ടാവൂല. എന്തുകൊണ്ട് ഉണ്ടാവൂല? ഈ നിർത്തിയ ലീഗുകാർ മുഴുവൻ കൂടി ജയിക്കുകയാണെങ്കിൽ പ്രസിഡന്റ്ഷിപ്പ്, പഠിച്ചോനെ ഈ അന്തംഗമ്യാളാണല്ലോ എൻ്റെ മുന്നിൽ. പ്രസിഡന്റ്ഷിപ്പ് ഒരു കൊടുക്കേണ്ടി വരൂലേ? അപ്പൊ കുറച്ചൊക്കെ പായന്മാർ തോറ്റോട്ടെ എന്ന് ഒറ്റക്ക് പോലും പറയും. അതേ സമയത്ത് ലീഗുകാരനാണ് എങ്കിൽ ഓൻ എല്ലാവരും ജയിക്കണം എന്ന് ആത്മാർത്ഥം ഉണ്ടാവും. കോൺഗ്രസ്സുകാരനാണെങ്കിൽ കോൺഗ്രസ്സുകാർ മുഴുവൻ ജയിക്കണം എന്ന് ആത്മാർത്ഥം ഉണ്ടാവും. അതിൻ്റെ അടിയിൽ ഒരാൾ മരിച്ചാൽ കരിയൂലേ? ഇതൊരു പാർട്ടിയാണ്. ആകാശത്തിന്റെ പണി എന്താ? അള്ളാഹു മഹാനാണെന്ന ബോധം. നിന്റെ പണി എന്താ? അള്ളാഹു മഹാനാണെന്ന ബോധം. ആകാശം പറയുന്നെന്താ? നീ മഹാൻ തന്നെ. മൂമിൻ പറയുന്നെന്താ? നീ മഹാൻ തന്നെ. അപ്പൊ രാവും പകലും അവർക്ക് ഒറ്റ പണിയാ. ആകാശത്തിന്റെ പണി അള്ളാഹു മഹാനാണെന്ന് പറയുക, മൂമിന്റെ പണി അള്ളാഹു മഹാനാണെന്ന് പറയുക. മനസ്സിലായല്ലോ? ചിന്തിക്കണം. അപ്പൊ ഇവരാരാണ്? UDF അല്ല, പിന്നെ ഒരാരാണ്? പല പാർട്ടി കൂടിയ UDF അല്ലട എങ്ങായി. ഇവരാരാണ്? ഒറ്റ പാർട്ടിയാ. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ ഈ ആകാശത്തിന്റെ പാർട്ടിയൽ ആണ് ആരാണെങ്കിൽ എന്തുകൊണ്ട് മൂമിൻ ആരാ? മൂമിന്റെ കൽബിൽ ആരേ ഉള്ളൂ? ആകാശത്തിന്റെ വായിൽ ആരേ ഉള്ളൂ? അല്ലാ. ആകാശത്തിന് നെഫ്സ് ഉണ്ടെങ്കിൽ, ഒരു മനസ്സുണ്ടെങ്കിൽ, ആ മനസ്സിൽ സദാ നേരം ആരേ ഉള്ളൂ? അല്ലാ. ആകാശത്തിന് മനസ്സില്ല ഏത് വാപ്പേടാ പറഞ്ഞ്? തുസബ്ബിഹു എന്ന് പറയണമെങ്കിൽ തസ്ബീഹല്ലേ? അപ്പൊ ഒരു മനസ്സുണ്ട്. മനസ്സില്ലാത്ത ഒന്നുമില്ല. ഞാൻ 25 കൊല്ലം മുമ്പ് കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഓരോ ചെടിക്കും ഒരു മനസ്സുണ്ടാവും. അതിന് കാരണം എന്താണെന്നറിയോ? ചെടികൾ തസ്ബീഹല്ലുന്നുണ്ട് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഉണ്ടാവില്ല. എല്ലാ ചെടികൾക്കും മനസ്സുണ്ട്, എല്ലാ മരത്തിനും മനസ്സുണ്ട്. ഒരു മരം ആവശ്യമില്ലാതെ മുറിക്കരുത്. എന്തുകൊണ്ട്? ആ മരത്തിനൊരു പണിയുണ്ട്. എന്ത്? തസ്ബീഹ്. തവളയെ കൊല്ലരുത് എന്ന് മുസ്തഫ നബി. അതിൻ്റെ അണ്ണാക്കിലെ ശബ്ദം തസ്ബീഹ്. അതിങ്ങനെ നിങ്ങൾ തവളയെ ശ്രദ്ധിച്ചില്ലേ? തവളൻ്റെ ഇവിടെ ഇങ്ങനെ പൊങ്ങിയും താഴും. എന്താ? തസ്ബീഹ്. നോക്ക്. അല്ലാഹ് നന്നാക്കി തരട്ടെ. കുട്ടികളെ ഒന്ന് ഓർക്കെ. ഹസ്ബീറും ബിജല്ലല്ലാഹ് കേറി ബാക്കിലുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. കേറി. ഈ പറഞ്ഞ കാര്യം ചിന്തിക്കണം കേട്ടോ. ഭയങ്കര. അപ്പം ഞാൻ ഇനി ഉത്തരം പറഞ്ഞ ക്ലാസ് അവസാനിച്ചു. ഇനി ഒരു ഉത്തരത്തേക്ക് പോകും. ഒന്നും കൂടി പറയാം. ആകാശം സദാ നേരവും അള്ളാഹുവിൽ വ്യാപൃതമാണ്. ഭൂമി സദാ നേരവും അള്ളാഹുവിൽ വ്യാപൃതമാണ്. അപ്പം ഇതൊരു ക്ലാസ്സാണ്. ഇവിടെ ഇപ്പം 321 22 എത്ര
32211 322 അതോ 321 എത്ര 22 322 ഈ ക്ലാസ് പറയുമോനെ 322 ഓക്കെ 322 ആഴ്ചകൾ വെള്ളിയാഴ്ചകൾ അള്ളാന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടാണ്. അതതിൻ്റെ വർക്കത്തും. അപ്പം ഇന്ന് ദൂരെ നിന്ന് വന്ന എറണാകുളത്ത് നിന്ന് വന്ന കുറച്ച് സംഘം ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് അവരാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇതിൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് എൻ്റെ കയ്യിലല്ല, അവരെ കയ്യിലാണ്. അവരിവിടുന്ന് ദ്വാരക്കാൻ വേണ്ടത്. പലരും പ്രശ്നം കരുതി വരും. എവിടെയാ പരിഹാരം? പരിഹാരം എൻ്റെ വായിലല്ല, പരിഹാരം ഇവിടെയാ. കാരണം ഇവിടെ 322 ആഴ്ച ആരെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്? അല്ലാ, അതിൻ്റെ മേലഞ്ഞൊന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന ആൾ മരിച്ചാൽ ഇയാൾ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണെങ്കിൽ ആര് കരയേണ്ടി വരും? ഈ ആകാശവും ഈ ഭൂമി കരയേണ്ടി വരുമല്ലോ. ഇതിന് നേരെയുള്ള ആകാശവും കരിയും, ഈ നേരെയുള്ള ഭൂമിയും കരയേണ്ടി വരും. ഇയാളത് ആത്മാർത്ഥമായി ചെയ്താണെങ്കിൽ അത് അല്ലാഹു അലം. നമ്മൾ ആത്മാർത്ഥത്തിലാക്കട്ടെ. ബാക്കി നമുക്കറിയില്ല. നമ്മൾ മരിച്ച ആകാശം കരിയുന്നല്ല, നമ്മളിത് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആര് കരിയും? ആകാശക്കാരിയാണല്ലോ. കാരണം നമ്മൾ ആകാശത്തിൻ്റെ പറച്ചില്ലേ, നമ്മൾ ഭൂമിൻ്റെ പറച്ചില്ലേ.